ചോറ് കഴിക്കുമ്പോഴും ബിരിയാണി കഴിക്കുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ള എത്ര തരം കറി ഉണ്ടെങ്കിലും അതിൻ്റെ തുമ്പത്ത് ഒരു ഇത്തിരി അച്ചാറുണ്ടെങ്കിൽ നമുക്കൊരു സുഖം കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ 1 2 3 എന്ന് പറയുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നല്ല മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എത്രത്തോളം നൈസായിട്ട് നമുക്ക് അരി കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ എരിവിൻ്റെയൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിലും അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റിയും ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിക്കോളൂ. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ജ്യൂസൊക്കെ അതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഒരു തവണയെങ്കിലും നമ്മുടെ ഈ ഒരു അച്ചാർ റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ. ടെസ്റ്റൊക്കെ വന്നതിന് ശേഷം പോലും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി അച്ചാറാണ്. Okay, bye. Thank you.